അപ്പോൾ എമ്പുരാൻ്റെ ആദ്യ ദിനത്തിലെ പ്രീഫെയിൽ കളക്ഷൻ അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പം ആദ്യ ദിനം എത്ര കോടി നേടിയിട്ടുണ്ട് പ്രീഫെയിൽ കളക്ഷൻ എന്ന രീതിയിൽ എമ്പുരാൻ ആദ്യ ദിനത്തിലെ പ്രീഫെയിൽ കളക്ഷൻ ഇതാ വന്നിരിക്കുകയാണ്. 8,13,00,000 രൂപയാണ് 2542 ഷോ. അപ്പോൾ എല്ലായിടത്തെയും വ്യക്തമായ കണക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ നെതർലൻഡ്സിൽ ടിക്കറ്റ് ഫോൾ ഔട്ട് ആയുള്ള വാർത്ത വരുന്നു. ഇത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം നമ്മൾ ഓസ്ട്രേലിയയിലെ കാര്യം കണ്ടു, പോളണ്ടിലെ കാര്യം കണ്ടു, കാനഡയിലെ കാര്യം കണ്ടു, സ്ലോവാക്യയിലെ കാര്യം കണ്ടു, പിന്നെ അമേരിക്കയിലെ കാര്യം കണ്ടു, ജർമ്മനിയിലെ കാര്യം കണ്ടു. എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ഒരു ചിത്രം ഇങ്ങനെ ഹൈപ്പിൽ പോകണമെങ്കിൽ അത് എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം തന്നെ ആയിരിക്കുമെന്ന് 100% ഉറപ്പായി. കർണാടകം 1 കോടി രൂപ ആദ്യ ദിനം തന്നെ പ്രീഫെയിൽ കളക്ഷനിലൂടെ സമ്പാദിച്ചിരിക്കുന്നു എന്ന വാർത്ത വന്നു. ഓസ്ട്രേലിയയിൽ തന്നെയുള്ള റെക്കോർഡിൻ്റെ വിവരം നമ്മൾ പുറത്തുവിട്ടു. അങ്ങനെ ഓരോ പ്രദേശങ്ങളും നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത പല രാജ്യങ്ങളിലെയും കളക്ഷൻ തന്നെ എമ്പുരാൻ മാറ്റിമറിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ആ രാജ്യത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മലയാള സിനിമ റിലീഫിന് വേണ്ടി ചെയ്യുന്നത്. അത് ഒത്തിരി തിയേറ്ററിൽ വരുന്നു. എനിക്കൊന്ന് UK 400ഓളം തിയേറ്റർ ഈ മലയാള സിനിമ റിലീസ് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകത്തില്ലേ. UK അവസ്ഥ എന്ന് പറയുന്നത് ടിക്കറ്റിന് വലിയ പാടാണെന്നുള്ള വാർത്ത അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ബുക്കിംഗാണ് എല്ലാ മേഖലയിലും കാണുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നു, തിയേറ്ററുകളുടെ 1400 രൂപയ്ക്ക് ടിക്കറ്റ് വില ചാർജ് ഈടാക്കുന്നു. അതുപോലെ തന്നെ ചില തിയേറ്ററുകളിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരന്തര ഷോകൾ നടത്തുന്നു. കാര്യം 24 മണിക്കൂർ ഷോ. അതിപ്പോൾ ഒരു തിയേറ്ററുകാർ അനുവാദം ചോദിച്ചിട്ടുണ്ട്, അവർക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ലെവലിൽ തന്നെ മറ്റുള്ള തിയേറ്ററുകാരും അനുവാദം ചോദിക്കുകയും അത് നേടുകയൊക്കെ ചെയ്യും എന്ന് തോന്നുന്നു. ഇപ്പം ബുക്കിംഗ് സമയത്ത് ഇങ്ങനെ ഒരു രീതിയാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അപ്പം റിലീഫ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? 27-ാം തീയതി എനിക്ക് തോന്നുന്നു കേരളം മൊത്തം ബ്ലോക്ക് ആവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുപോലെ 8,12,00,000 രൂപ എന്ന് പറയുന്ന പ്രീഫെയിൽ കളക്ഷൻ ആദ്യ ദിനത്തെയാണ്. അപ്പം നമ്മുടെ മുമ്പിൽ ലിയോയുടെ 12 കോടിയാണുള്ളത്. ഇനി അത് പ്രീഫെയിൽ കളക്ഷൻ തിയേറ്ററിൽ ചിത്രം വരുന്നതിന് മുമ്പ് തന്നെ ലിയോ തകർന്നടിയുമെന്ന് 100% ഉറപ്പായി. ഇനി ആദ്യ ദിവസത്തെ കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് വൈഡായിട്ട് പ്രീഫെയിൽ ഇനത്തിൽ ഇന്നലെ 28 കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ട്. ഏകദേശം 30 കോടി രൂപയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് പ്രീഫെയിൽ. രാത്രി വളരെ വൈകി വന്നുള്ള കണക്കുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ 30 കോടിക്കടുത്ത് ഇന്നലെ തന്നെ സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യ ദിനം 50 കോടിക്കും 100 കോടിക്കും ഇടയ്ക്കുള്ള തുകയായിരിക്കാം എമ്പുരാൻ ആദ്യ ദിനം സ്വന്തമാക്കുന്നത് എന്ന് തോന്നുന്നു. നമ്മൾ 50 കഴിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു. ഇപ്പം 50 കഴിയുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ എമ്പുരാൻ വാർത്തകൾ വീണ്ടും സജീവമാവുകയാണ്. പുതിയ വാർത്തകളുമായിട്ട് വീണ്ടും ഞാനെത്താം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.